doing well. Now we are going to enter the next part of our chapter. Are you ready? Okay. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മഹാത്മാഗാന്ധിയുടെ ടോൾസ്റ്റോയ് ഫാം ആണ് പറഞ്ഞിരുന്നത്. അപ്പോൾ അതിൻ്റെ ബാക്കി രണ്ടാമത്തെ ഭാഗം നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാണ്. But as I fully appreciated the necessity of a literary training in addition, I started some classes with the help of Mr. Kalambach and Pragji Desai. Nor did I underrate the building up of the body. This grew good in the course of their daily routine, for there were no servants on the farm, and all the work from cooking down to scavenging was done by the inmates. There were many fruit trees to be looked after, and enough gardening to be done as well. Mr. Kalambach was fond of gardening and had gained some experience of this work in one of the governmental model gardens. It was obligatory on all, young and old, who were not engaged in the kitchen to give some time to gardening. The children had the lion's share of this work, which included digging pits, felling timber, and lifting loads. This gave them ample exercise. They took delight in the work, and so they did not generally need any other exercise or games. Of course, some of them and sometimes all them maligned and shirked. But as I fully appreciated the necessity of a literacy training in addition, പിന്നെ ഞാൻ എന്താണ് അവർക്ക് വേണ്ടിയിട്ട് ലിറ്ററസി ട്രെയിനിങ്, അതായത് എഴുത്തിലൊക്കെ ട്രെയിനിങ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഐ സ്റ്റാർട്ടഡ് സം ക്ലാസ്സസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് മിസ്റ്റർ കലംബാച്ച് ആൻഡ് പ്രാഗ്ജി ദേശായി. അതിന് വേണ്ടിയിട്ട് ഞാൻ ഹെൽപ്പ് മേടിച്ച രണ്ടാളുകളാണ് മിസ്റ്റർ കലംബാച്ചും പ്രാഗ്ജി ദേശായി. നോർ ഡിഡ് ഐ അണ്ടർറേറ്റ് ദ ബിൽഡിംഗ് ഓഫ് ദി ബോഡി. അതുപോലെ തന്നെ ബോഡി ബിൽഡിങ്ങിന്, അതായത് നമ്മൾ ശരീരം പുഷ്ടിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ സ്വാഭാവികമായിട്ടും ശരീരം പുഷ്ടിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ജിമ്മാണ്. ഇവിടെ എന്താ നോക്കാം. ദിസ് ദേ ഗോട്ട് ഇൻ ദ കോഴ്സ് ഓഫ് ദ ഡെയിലി റൂട്ടീൻ. അതിന് പ്രത്യേകിച്ച് ഒരു എക്സസൈസ് ഒന്നും അവർക്ക് വേണ്ടിയിരുന്നില്ല. കാരണം ഡെയിലി റൂട്ടീൻ അവർ ദിവസം ചെയ്യുന്ന കാര്യം തന്നെ മതിയായിരുന്നു. ഫോർ ദർ വർ നോ സെർവൻസ് ഓൺ ദി ഫാം. ഞങ്ങളുടെ ആ ഫാമിൽ വേറെ സെർവൻസ് ഒന്നുമില്ല. ആൻഡ് ഓൾ ദ വർക്ക് ഫ്രം കുക്കിംഗ് ഡൗൺ ടു സ്കാവെഞ്ചിങ്. ഇപ്പോൾ കുക്കിംഗ് മുതൽ ഭക്ഷണം പാകം ചെയ്യുന്ന മുതൽ തോട്ടിപ്പണിയാണെങ്കിൽ അവിടെ ചുറ്റും വൃത്തിയാക്കുക, ആ പണി വരെ ആരാ ചെയ്തിരുന്നത്? വാസ് ഡൺ ബൈ ദി ഇൻമേറ്റ്സ്. അവിടെയുള്ള ആളുകളാണ് ചെയ്തിരുന്നത്. ദർ വർ മെനി ഫ്രൂട്ട് ട്രീസ് ടു ബി ലുക്ക്ഡ് ആഫ്റ്റർ. അവിടെ ഒരുപാട് ഫ്രൂട്ട് ട്രീസ്, ഫലങ്ങൾ തരുന്ന വൃക്ഷങ്ങൾ ഉണ്ടായിരുന്നു നോക്കാൻ. ആൻഡ് ഇനഫ് ഗാർഡനിങ് ടു ബി ഡൺ ആസ് വെൽ. പിന്നെ അതുപോലെ തന്നെ കുറേ ഗാർഡനിങ് ചെയ്യാണ്ടായിരുന്നു. അപ്പോൾ ഈ ഗാർഡനിങ്ങും ഈ കുക്കിങ്ങും ഈ സ്കാവഞ്ചിങ് ഒക്കെ കൂടി എന്ത് ചെയ്തു? അതന്നെ അവർക്കൊരു ബോഡി ബിൽഡിങ്ങിനുള്ള കാര്യങ്ങളുണ്ട്. Mr. Kalambach was fond of gardening and had gained some exercise of the work in one of the governmental model gardens. പിന്നെ മിസ്റ്റർ കലംബാച്ചിനാണെങ്കിൽ ഗവൺമെൻറ് മോഡൽ ഗാർഡൻസിൽ വർക്ക് ചെയ്ത ആ ഒരു എക്സ്പീരിയൻസും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിനും എന്തിഷ്ടമാണ്? ഗാർഡനിങ് ഇഷ്ടമാണ്. ഇറ്റ് വാസ് ഒബ്ലിഗേറ്ററി ഓൺ ഓൾ, യങ് ആൻഡ് ഓൾഡ്, who were not engaged in the kitchen to give some time to gardening. അവിടെ നിർബന്ധമാണ്, ഒബ്ലിഗേറ്ററി ആണ്, നിർബന്ധമാണ്. അവിടെ വയസ്സെന്നോ യങ്ങെന്നോ ചെറുതെന്നോ അല്ലെങ്കിൽ പ്രായം കൂടിയവരെന്നോ ഒന്നും വ്യത്യാസമൊന്നുമില്ല. കുക്കിങ്ങിൽ ആരാണോ ഇല്ലാത്തത് അല്ലെങ്കിൽ കുക്കിംഗ് പണി ഇല്ലാത്തവരൊക്കെ എന്ത് ചെയ്യണം? ഗാർഡനിങ് ചെയ്യണം. ദ ചിൽഡ്രൻ ഹാഡ് ദ ലയൺസ് ഷെയർ ഓഫ് ദിസ് വർക്ക്. ഈ വർക്കിൻ്റെ അല്ലെങ്കിൽ ഒരു ഗാർഡനിങ്ങിൻ്റെ ലയൺ ഷെയർ ഇങ്ങനെ ഭൂരിഭാഗം മെജോറിറ്റി ആരാ ചെയ്തിരുന്നത്? കുട്ടികളാണ് ചെയ്തിരുന്നത്. വിച്ച് ഇൻക്ലൂഡഡ് ഡിഗിങ് പിറ്റ്സ്, ഫെല്ലിംഗ് ടിമ്പർ ആൻഡ് ലിഫ്റ്റിംഗ് ലോഡ്. അത് അവർ ചെയ്തിരുന്ന ആ ഒരു ഗാർഡനിൻ്റെ ഇടയിലും ചെയ്തിരുന്ന പണികളാണ് ഡിഗിങ് പിറ്റ്സ്, കുഴി കുഴിക്കുക, അതുപോലെ തന്നെ ഫെല്ലിംഗ് ടിമ്പർ, മരം വെട്ടുക, ആൻഡ് ലിഫ്റ്റിംഗ് ലോഡ്, ആ വെട്ടി മരം ലോഡ് കയറ്റി ഒരു ഭാഗത്തു നിന്ന് എടുത്ത് മറ്റു ഭാഗത്ത് കൊണ്ടുവരിക. ദിസ് ഗീവ് ദം ആംബിൾ എക്സസൈസ്. അത് തന്നെ അവർക്കൊരു മതിയാവോളം എക്സസൈസ് ആയിരുന്നു. ദേ ടുക്ക് ഡിലൈറ്റ് ഇൻ ദ വർക്ക്. എല്ലാവരും അവരുടെ വർക്കിൽ ഡിലൈറ്റാണ്, സന്തുഷ്ടരാണ്. ആൻഡ് സോ ദേ ഡിഡ് നോട്ട് ജനറലി നീഡ് എനി അതർ എക്സസൈസ് ഓർ ഗെയിം. അതുകൊണ്ട് തന്നെ അവർക്ക് പിന്നെ ഒരു എക്സസൈസിൻ്റെ ഗെയിമിൻ്റെ ഒന്നും ആവശ്യം വന്നിട്ടില്ല. ഓഫ് കോഴ്സ് സം ഓഫ് ദം ആൻഡ് സംടൈംസ് ഓൾ ദം മാലിംഗേർഡ് ആൻഡ് ഷിർക്ക്ഡ്. ഇനി എല്ലായ്പ്പോഴും അവർ ജോലി ചെയ്തുകൊണ്ടിരിക്കില്ല. ചിലപ്പോൾ
പകുതിയോളം അല്ലെങ്കിൽ മെജോറിറ്റി ഫുള്ളായിട്ടും എന്ത് ചെയ്യും മാലിംഗേർഡ് ആൻഡ് ഷിർക്ക്ഡ് എന്താണ് ഓരോ ഒഴിവ് കഴിഞ്ഞ് മാറി നടക്കും അല്ലെങ്കിൽ എന്താണ് ജോലി ചെയ്യാതെ നടക്കാറുമുണ്ട്. Sometimes I connived at their pranks, but often I was strict with them. I dare say they did not like the strictness, but I do not recollect their having resisted it. Whenever I was strict, I would, by argument, convince them that it was not right to play with one's work. The conviction would, however, be short lived. The next moment, they would again leave their work and go to play. All the same, we got along and at any rate of built up fine physics. There was scarcely there was scarcely any illness on the farm, though it must be said that good air and water and regular hours of food were not a little responsible for this. Sometimes I connived at their pranks. അപ്പോൾ ചില സമയത്തൊക്കെ അവരുടെ ഈ ഒരു മടിപിടുത്തൊക്കെ ഞാൻ കണ്ടുപിടിക്കുന്ന സമയത്ത്. ബട്ട് ഓഫൻ ഐ വാസ് സ്ട്രിക്ട് വിത്ത് ദം. ഞാൻ എന്ത് ചെയ്യും അവരോട് കുറച്ച് ദേഷ്യപ്പെടും. ഐ ഡയർ സേ ദേ ഡിഡ് നോട്ട് ലൈക്ക് ദ സ്ട്രിക്ട്നെസ്. അപ്പം എനിക്ക് ഉറപ്പാണ് അവർക്ക് എന്തില്ല എൻ്റെ ആ ഒരു ദേഷ്യപ്പെടൽ അവർക്ക് ഇഷ്ടമല്ല. ബട്ട് ഐ ഡു നോട്ട് റീകളക്ട് ദെയർ ഹാവിങ് റെസിസ്റ്റഡ് ഇറ്റ്. പക്ഷെ ഞാൻ ഒരിക്കലും അവർ എൻ്റെ ആ ഒരു ദേഷ്യപ്പെടലിനെ തള്ളിക്കളഞ്ഞതായിട്ട് ഞാൻ ഒരിക്കലും ഓർക്കുന്നില്ല. Whenever I was strict, I would by argument convince them that it was not right to play with one's work. അപ്പോൾ എപ്പോഴൊക്കെ ഞാൻ സ്ട്രിക്റ്റ് ആയിട്ടുണ്ടോ അപ്പോഴൊക്കെ പറഞ്ഞ കാര്യമാണ് നമ്മളുടെ വർക്കിൽ നമ്മൾ എന്ത് ചെയ്യണം മുഴുവനായിട്ടും ചെയ്യണം. എന്താണ് നമ്മളവിടെ പണി ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ളവർക്ക് കൂടുതൽ പണിയാക്കരുതെന്ന് എപ്പോഴും പറയാറുണ്ട്. The conviction would however be short lived. അപ്പോൾ ഈ ഒരു കൺവിങ്ഷൻ അല്ലെങ്കിൽ ഈ ഒരു കാര്യമൊക്കെ എന്താണ് ഷോർട്ട് ലിവ്ഡ് ആണ്, കുറച്ച് കാലം ഉണ്ടാവും എന്ന് പറഞ്ഞ് ഒരു ചെവി കൂടി കിട്ടും മറ്റു ചെവി കൂടി വിടലാണ്. The next moment they would again leave their work and go to play. അടുത്ത സമയം ഈ പറഞ്ഞത് കേട്ട് കഴിഞ്ഞിട്ട് അടുത്ത നെക്സ്റ്റ് മൊമെന്റ് തന്നെ അവരെന്ത് ചെയ്യും ജോലിയൊക്കെ വിട്ടിട്ട് അവർ കളിക്കാൻ പോകും. All the same, we got along and at any rate they built up fine physics. അതുപോലെ തന്നെ ഈ ഒരു ജോലിയൊക്കെ ചെയ്യുന്നതുകൊണ്ട് തന്നെ അവർക്ക് നല്ലൊരു സ്ട്രെങ്ത് ഒക്കെ ഉണ്ടായിരുന്നു. There was scarcely any illness on the farm. ഞങ്ങളുടെ ആ ഒരു ഫാമിൽ ഉള്ള ഏറ്റവും വളരെ കുറഞ്ഞ കാര്യം പറഞ്ഞെങ്കിൽ അവിടെ ആർക്കും രോഗമുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. Though it must be said that good air and water and regular hours of food were not a little responsible for this. അപ്പം അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല വായുവും അതുപോലെ തന്നെ നല്ല വാട്ടറും അതുപോലെ തന്നെ നല്ല അന്തരീക്ഷമായിരുന്നു, നല്ല ഭക്ഷണമായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ എന്തുണ്ടായിരുന്നില്ല രോഗങ്ങൾ വളരെ കുറവായിരുന്നു. A word about vocational training. It was my intention to teach every one of the youngsters some useful manual vocation. For this purpose, Mr. Kalambach went to a Trappist monastery and returned having learned shoemaking. I learned it from him and taught the art to such as were ready to take it up. Mr. Kalambach had some experience of carpentry and there was another inmate who knew it. So we had a small class in carpentry. Cooking almost all the youngsters knew. A word about vocational training. ഇനി വൊക്കേഷണൽ ട്രെയിനിങ് ആണ്. വൊക്കേഷണൽ ട്രെയിനിങ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ഈ ജോലി ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ പഠിക്കുന്നതിന് കൂടെ തന്നെ ജോലി ചെയ്യുക, അതാണ് ആ ഒരു വൊക്കേഷണൽ ട്രെയിനിങ്. അപ്പോൾ ആ ഒരു വൊക്കേഷണൽ ആ ഒരു ജോലിക്കുള്ള ട്രെയിനിങ്ങും ഞങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി അതിനെക്കുറിച്ചാണ് പറയുന്നത്. It was my intention to teach every one of the youngsters some useful manual vocation. എൻ്റെ ആഗ്രഹമായിരുന്നു എല്ലാ യങ്സ്റ്റേഴ്സിനും എല്ലാ കുട്ടികൾക്കും അല്ലെങ്കിൽ എല്ലാ ആളുകൾക്കും എന്ത് ചെയ്യണം ഒരു വൊക്കേഷൻ അറിയണം, എന്തെങ്കിലും ഒരു ജോലി അറിയണം. For this purpose, Mr. Kalambach went to a Trappist monastery. ഇതറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു ഈ കാരണം കൊണ്ട് ഒരു ട്രാപ്പിസ്റ്റ് മൊണാസ്ട്രിയിലോട്ടും ആര് പോയി കലംബാച്ച് പോയി. ആൻഡ് റിട്ടേൺ ഹാവിംഗ് ലേർഡ് ഷൂ മേക്കിംഗ്. പിന്നെ അവിടുന്ന് വരുന്ന എന്ത് പഠിച്ചിട്ടാണ് ഷൂ തുന്നുന്നത് അല്ലെങ്കിൽ ഷൂ ഉണ്ടാക്കുന്നത് പഠിച്ചിട്ടാണ്. I learned it from him and taught the art to such as were ready to take it up. അപ്പം ഞാൻ കലംബാച്ച് പോയി പഠിച്ചിട്ട് എന്നെ പഠിപ്പിച്ചു, ഞാനും എന്ത് ചെയ്തു ഞങ്ങൾ രണ്ടുപേർക്കും ആ ഒരു ഷൂ മേക്കിംഗ് പഠിച്ചു. മിസ്റ്റർ കലംബാച്ച് ഹാഡ് സം എക്സ്പീരിയൻസ് ഓഫ് കാർപ്പൻട്രി. അതുപോലെ തന്നെ മിസ്റ്റർ കലംബാച്ചിന് എന്തുണ്ട് കാർപ്പൻട്രി ആശാരിപ്പണിയിലും കുറച്ച് കഴിവുകളുണ്ട്. ആൻഡ് ദർ വാസ് അതർ ഇൻമേറ്റ്സ് ഹു ന്യൂ ഇറ്റ്.
മലയാളം ബാച്ചിന് കൂടാതെ അവിടെയുള്ള താമസിക്കുന്ന ആളുകളിൽ ചിലർക്കും എന്തറിയാം, കാർപ്പൻട്രി അറിയാം. സോ വി ഹാഡ് എ സ്മോൾ ക്ലാസ് ഇൻ കാർപ്പൻട്രി. അപ്പോൾ ഞങ്ങൾ കാർപ്പൻട്രിക്കും എന്ത് ചെയ്തു, ഒരു ആശാരിപ്പണിക്കും എന്ത് ചെയ്തു, ഒരു ക്ലാസ് വെച്ചു. കുക്കിംഗ് ഓൾമോസ്റ്റ് ഓൾ ദ യങ്സ്റ്റേഴ്സ് ന്യൂ. പിന്നെ അവിടെയുള്ള എല്ലാവർക്കും അറിയുന്നത് എന്താണ്, കുക്കിംഗ് ആണ്. അതായത് ദിവസം അവർ തന്നെയാണ് കുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ കുക്കിങ്ങും അവർക്ക് അറിയായിരുന്നു. അപ്പോൾ ഇതിൽ നമ്മൾ 3 ജോലിയെക്കുറിച്ചാണ് പറഞ്ഞത്. ഒന്ന് നമ്മളുടെ ഷൂ മേക്കിംഗ് കുറിച്ച് പറഞ്ഞു, അതുപോലെ തന്നെ കാർപ്പൻട്രിയെ കുറിച്ച് പറഞ്ഞു, ദെൻ കുക്കിങ്ങും പറഞ്ഞു. All this was new to them. They had never even dreamed that they would have to learn these things someday. For generally, the only training that Indian children received in South Africa was in the 3 R's. All this was new to them. ഈ കണ്ടതൊക്കെ അവർക്ക് എന്താണ്, അവിടുത്തെ ആളുകൾക്ക് അല്ലെങ്കിൽ അവിടെയുള്ള ആ കുട്ടികൾക്കൊക്കെ പുതുതാണ്. They had never even dreamed that they would have to learn these things someday. അവരൊരിക്കൽ പോലും സ്വപ്നം കണ്ടിട്ടില്ല, ഒരിക്കൽ ഞങ്ങൾ ഇത് ഇങ്ങനെയൊക്കെ പഠിക്കുമെന്നുള്ള സ്വപ്നം അവർ ഇതുവരെ കണ്ടിട്ട് ഉണ്ടാവില്ല. For generally, the only training that Indian children received in South Africa was in the 3 R's. പിന്നെ അവിടുത്തെ ഇന്ത്യൻ സ്റ്റുഡൻസ് അല്ലെങ്കിൽ ഇന്ത്യയിൽ ആ കുട്ടികൾ സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് പഠിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞെങ്കിൽ 3 R's ആണ്. 3 R എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലിറ്ററേച്ചറുമായി ബന്ധപ്പെട്ടുള്ളതാണ്, അല്ലെങ്കിൽ അവരുടെ ഒരു വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടതാണ്. 3 Rകൾ: റൈറ്റിംഗ്, റീഡിംഗ്, അരിത്തമെറ്റിക്. എഴുതുക, വായിക്കുക, അതുപോലെ തന്നെ അരിത്തമെറ്റിക്, അതായത് കണക്കുകൾ ചെയ്യുക എന്നുള്ളതാണ് അവർ അവിടുന്ന് പഠിച്ച 3 R's. On Tolstoy farm, we made it a rule that the youngsters should not be asked to do what the teachers did not do. And therefore, when they were asked to do any work, there was always a teacher cooperating and actually working with them. Hence, whatever the youngsters learned, they learned cheerfully. On Tolstoy farm, we made it a rule that the youngsters should not be able to do what the teachers did not do. പിന്നെ ഞങ്ങൾ അവിടുത്തെ റൂളായിരുന്നു, ടീച്ചർമാർ ചെയ്യാത്തതെന്തോ അത് കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കില്ല. അതായത് എന്താണ് ടീച്ചർ ചെയ്ത് കാണിച്ചു കൊടുക്കുന്നത് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അവിടുത്തെ കുട്ടികൾ ചെയ്യുള്ളൂ. ടീച്ചേഴ്സിന് അറിയാത്ത അല്ലെങ്കിൽ അവരെ പഠിപ്പിക്കുന്നവർക്ക് അറിയാത്തതൊന്നും പറ്റാത്തതൊന്നും ആരെ കൊണ്ട് ചെയ്യിപ്പിക്കില്ല, കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കില്ല. And therefore, when they were asked to do any work, ഇനി എന്തെങ്കിലും സമയത്ത് ഏതെങ്കിലും ജോലി അവരോട് ചെയ്യാൻ പറയുകയാണെങ്കിൽ, there was always a teacher cooperating and actually working with them. അവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ കൂടെ ആയിട്ട് ഒരു ടീച്ചർ എന്തായാലും ഉണ്ടാകും. Hence, whatever the youngsters learned, they learned cheerfully. അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ലേണേഴ്സ്, അവിടുത്തെ പഠിക്കുന്ന കുട്ടികൾ എന്താണോ പഠിക്കുന്നത് അത് ഭയങ്കര ചിയർഫുൾ ആയിട്ടാണ്, ഭയങ്കര സന്തോഷമായിട്ടാണ്, അല്ലെങ്കിൽ ഭയങ്കര ആനന്ദമായിട്ടാണ്, അല്ലെങ്കിൽ എക്സ്പീരിയൻസിലൂടെയാണ്. അതുകൊണ്ട് അവർക്ക് ലേണിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബോറിംഗ് ആയിട്ടുള്ള ഒരു സംഭവമായിട്ട് ഒരിക്കലും തോന്നിയിട്ടില്ല. Questions to answer. Who helped the inmates in literacy? അവരെ എഴുത്തിൽ ഹെൽപ്പ് ചെയ്തത് ആരൊക്കെയാണ്? സെക്കൻഡ് വൺ, ഹൗ ഡിഡ് ദ ഇൻമേറ്റ്സ് ഗെറ്റ് ഫിസിക്കൽ സ്റ്റാമിന? അവർക്ക് ഫിസിക്കലായിട്ട് സ്ട്രെങ്ത് കിട്ടുന്നത് എങ്ങനെയാണ്? തേർഡ് വൺ, ഹു ടോട്ട് ദം അബൌട്ട് ദി ഗാർഡനിങ്? ഗാർഡനിങ്ങിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നതൊക്കെ ആരാണ്? ഫോർത്ത് വൺ, വാട്ട് വർ ദ ജോബ്സ് ഡൺ ബൈ ഇൻമേറ്റ്സ് ഡ്യൂറിങ് ഗാർഡനിങ്? ഗാർഡനിങ്ങിൻ്റെ സമയത്ത് അവർ ചെയ്യുന്ന ജോലി, ആ ഗാർഡനിങ്ങിൻ്റെ ഉള്ളിൽ തന്നെ അവർ ചെയ്യുന്ന ജോലി എന്തൊക്കെയാണ്? ഫിഫ്ത്ത് വൺ, വൈ ഡിഡ് ഗാന്ധിജി ബിക്കം സ്ട്രിക്റ്റ്? എന്തുകൊണ്ടാണ് ഗാന്ധിജി സ്ട്രിക്റ്റ് ആവാനുള്ള കാരണം? ആൻഡ് സിക്സ്ത് വൺ, there was scarcely an illness on the farm. Why? എന്തുകൊണ്ടാണ് ആ ഒരു ഫാമിൽ രോഗങ്ങൾ വളരെ കുറവാണ് എന്ന് പറയുന്നത്? സെവൻത്ത് വൺ, the people in the Tolstoy farm could study vocations. എന്താണ് നമ്മളുടെ ടോൾസ്റ്റോയ് ഫാമിലുള്ള ആളുകൾ കുറച്ച് ജോലികൾ പഠിക്കുന്നുണ്ട്, വൊക്കേഷൻസ് പഠിക്കുന്നുണ്ട്. വാട്ട് വാസ് ദം? എന്തൊക്കെയായിരുന്നു അത്? ആൻഡ് ലാസ്റ്റ് വൺ, വാട്ട് ആർ 3 R's? ഒരു 3 R'കളെ കുറിച്ച് പറയുന്നുണ്ട്. ഏതൊക്കെയാണ് ആ 3 R'കൾ?